ഹലോ വെൽക്കം ബാക്ക് ടു സുമി മൂപ്പാസ് ടെസ്റ്റി കിച്ചൺ. എന്ത് പറയണോ, സുഖമായിട്ടിരിക്കണോ എല്ലാവരും? അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ പുതിയൊരു നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതിനെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. വളരെ രസകരമായ നല്ലൊരു അപ്ഡേഷൻ തന്നെയാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ നമ്മുടെ ബെൽ ബട്ടൺ ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. അതായത് പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കുന്നതാണ്. നമുക്ക് യൂട്യൂബിൽ ഒരുപാട് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഉണ്ട് അല്ലേ, നിങ്ങൾക്കത് അറിയാമല്ലോ. അപ്പോൾ ഈ വീഡിയോസ്, അതായത് ഈ ട്രോൾ വീഡിയോ അല്ലെങ്കിൽ മറ്റേ റിയാക്ഷൻ വീഡിയോ, ഒട്ടുമുക്കാലും എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈവൊക്കെ ഇടുന്നവർക്ക് ഈ ഒരു അപ്ഡേഷൻ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം, നമ്മൾ ഇപ്പോൾ എൻ്റെ ഒരു കാര്യം തന്നെ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ ലൈവിൽ കയറും കേട്ടോ. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ മാത്രമാണ് ലൈവിൽ ഇരിക്കുന്നതെങ്കിൽ ഒരുപാട് എന്താ പറയുക, കുറേ ആൾക്കാരുണ്ട്. അവർക്കൊരു വല്ലാത്തൊരു അസുഖമാണ്, വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അവർക്ക്. എന്തെങ്കിലും ഒന്ന് ചെന്ന് ചൊറിഞ്ഞ് പറഞ്ഞില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. പക്ഷെ നല്ല ചുട്ട മറുപടി കൊടുക്കുന്ന പെണ്ണുങ്ങളുണ്ട് കേട്ടോ. ഞാൻ മാക്സിമം ഞാനങ്ങ് ഡൗൺ ആവും, പറ്റാണ്ട് തീരെ. നമുക്കൊരു ഇതുണ്ടല്ലോ, വരുമ്പം ഞാൻ എന്തെങ്കിലും ഒന്നോ രണ്ടോ വാക്കായിട്ട് പറയും. നമുക്ക് അവരുപയോഗിക്കുന്ന അതേ ആ ഒരു ബാഡ് വേർഡ് തന്നെ നമുക്ക് യൂസ് ചെയ്താൽ പിന്നെ നമ്മൾ അവർ തമ്മിലുള്ള വല്ല വ്യത്യാസമുണ്ടോ? അതില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂട്യൂബ് നല്ല അടിപൊളി ഒരു അപ്ഡേഷൻ തന്നിട്ടുണ്ട്. എന്താണെന്നല്ലേ നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ട്രോൾ വീഡിയോ, ലൈവ്, റിയാക്ഷൻ വീഡിയോ, ഇതൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് അതായത് ഒരു 1.5 വർഷം മുന്നേ യൂട്യൂബ് ഇതിൻ്റെ നമ്മുടെ ഒരു അപ്ഡേഷൻ നമുക്ക് ഉണ്ടല്ലോ, ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഇങ്ങനെ നമ്മൾ ബാഡ് കമൻറ്റ്, നമ്മുടെ ഒരു വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 7 സെക്കൻഡ് വരെ നമ്മൾ അങ്ങനെ ബാഡ് വേർഡോ ബാഡ് കമൻറ്റോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ വന്നാൽ അത് നമ്മുടെ മോണിറ്റൈസേഷനെ ബാധിക്കും, നമ്മുടെ ചാനലിന് അത് വയലേഷൻ വരും എന്നുള്ളതാണ് ഉണ്ടായിരുന്ന ഒരു റൂള്. അപ്പോൾ അത് കരുതിയിട്ട് മിക്കവാറും ഉള്ള എല്ലാവരും തന്നെ അതങ്ങ് എന്താണ്, എന്നെ പോലെയുള്ളവർ പ്രത്യേകിച്ച് നമ്മളത് കണ്ടില്ല കേട്ടില്ല എന്നുള്ള മട്ടിലങ്ങ് വെക്കും. അപ്പോൾ ഇത് അതിനേക്കാളും ഈ ഒരു അപ്ഡേഷൻ പ്രയോജനപ്പെടുന്നത് ഈ ഒരു റീസൺ കൊണ്ട് മോണിറ്റൈസേഷൻ കട്ടായി കിടക്കുന്നവർക്ക് ഇനി റീ അപ്ലൈ ചെയ്തു കൊടുക്കുമ്പോൾ അപ്പോൾ അവർക്ക് അവരുടെ മോണിറ്റൈസേഷൻ അവരുടെ ചാനലിന് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ വയലേഷൻ വന്ന ചാനലുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു പുതിയ അപ്ഡേഷൻ കൊണ്ട് ഒരുപാട് ബെനിഫിറ്റാണ്. അവരുടെ ആ ചാനൽ തിരിച്ചു കിട്ടാനും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ മോണിറ്റൈസേഷൻ ഈ ഒരു പേരിൽ കട്ടായതും ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ രീതിക്ക് ഇങ്ങനൊരു അപ്ഡേഷൻ യൂട്യൂബ് കൊണ്ടുവരാൻ കാരണം, ഞാൻ ഇതുവരെ അപ്ഡേഷൻ എന്താണെന്ന് പറഞ്ഞില്ല. അതായത് ഇനി നമ്മൾ ലൈവിലോ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോഴോ ഒക്കെ നമ്മൾ എന്തെങ്കിലും ബാഡ് കമൻറ്റ് പറയുകയാണെങ്കിൽ അവർ ഏത് ടോണിലാണോ നമ്മളെ ബാഡ് കമൻറ്റ് പറയുന്നത് അതേ ടോണിൽ തന്നെ നമുക്കും പ്രതികരിക്കാം. എന്തേ, സന്തോഷമല്ലേ? നല്ലൊരു കാര്യമല്ലേ? എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നും പറഞ്ഞ് നമ്മൾ അവരെ തെറി വിളിക്കാനോ അങ്ങനെ ചെയ്യാനല്ല പറയുന്നത്. നമ്മളെ പറയുമ്പോൾ നമുക്ക് പ്രതികരിക്കാനുള്ള ഒരു അവസരം നമ്മുടെ യൂട്യൂബ് തരുന്നുണ്ട്. കാര്യം എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു അപ്ഡേഷൻ അവർ വെക്കാൻ കാരണം തന്നെ നമുക്ക് നമ്മുടെ ഒരു മോണിറ്റൈസേഷൻ ആയ ഒരു ചാനലിൽ ഒരു 60% യൂട്യൂബിന് 60% നമുക്കും ബാക്കി 40% യൂട്യൂബിനാണ്. അപ്പോൾ ഈ ഒരു റീസൺ കാരണം പലരുടെയും ചാനൽ മോണിറ്റൈസേഷൻ കട്ടായി പോയി കഴിയുമ്പോൾ അത് യൂട്യൂബിൻ്റെ തന്നെ വരുമാനത്തെ ബാധിക്കുന്നതാണല്ലോ. അപ്പോൾ അതും ഒരു റീസൺ ആയിട്ടായിരിക്കാം ഈ ഒരു അപ്ഡേഷൻ അവർ കൊണ്ടുവന്നത്. എനിക്ക് തോന്നുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും എന്തായാലും ഈ ഒരു അപ്ഡേഷൻ അടിപൊളിയാണ് കേട്ടോ. അതായത് സ്ട്രൈക്ക് വയലേഷനൊക്കെ വന്ന ചാനലിന് ഇതൊരു ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ തന്നെയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ നമ്മുടെ ലൈവിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ റിയാക്ഷൻ വീഡിയോയിലൊക്കെ അവരൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മീൻസ് നമുക്കെതിരെ അവരിങ്ങനെ പറയുമ്പോൾ നമ്മൾ കുട്ടികളെ അടുത്തിരുത്തിക്കൊണ്ട് നമ്മൾ ഇതുപോലെയുള്ള അസഭ്യമായ വാക്കുകളൊന്നും പറയാൻ പാടില്ല. കാര്യം അത് യൂട്യൂബ് അക്സെപ്റ്റ് ചെയ്ത് തരുന്ന കാര്യമില്ല. അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചോണം. കുട്ടികളുടെ കാര്യത്തിൽ യൂട്യൂബ് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ഒരു കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ എല്ലാത്തിലും നമ്മൾ ലൈവ് ഇടുന്നതിൽ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം നോക്കുക. അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ എന്തായാലും
വളരെ പ്രയോജനകരമായ ഒരു അപ്ഡേഷനാണ്. മോണി കട്ടായി പോയവർക്ക്, ഈ ഒരു പേരിൽ കട്ടായി പോയവർക്കൊക്കെ റീഅപ്ലൈ കൊടുക്കുമ്പോൾ എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇനി ലൈവ് ഇടുമ്പോൾ പേടിയൊന്നും വേണ്ട കേട്ടോ. ചില ആൾക്കാർക്ക് എന്നെ പോലെയുള്ള വീട്ടമ്മമാർക്കൊക്കെ ഉണ്ട്, അയ്യോ ലൈവിലൊക്കെ കയറുമ്പോൾ ഇങ്ങനെയൊക്കെ അസഭ്യങ്ങളൊക്കെ വരൂല, അപ്പോൾ നമ്മൾ എങ്ങനെ എന്താ ചെയ്യണേ. അപ്പോൾ നമ്മുടേതായിട്ടുള്ള സംസ്കാരത്തിൽ നിങ്ങൾ അങ്ങോട്ട് മറുപടി കൊടുത്തോളൂ. ഇനി ആ ഒരു പേടി വേണ്ട. ഓക്കെ, അപ്പോൾ എന്തായാലും യൂട്യൂബ് തന്നിരിക്കുന്ന ഈ ഒരു അപ്ഡേഷൻ ഒരുപാട് നല്ലൊരു കാര്യമാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ലൈവ് കയറുമ്പോഴത്തേക്ക് വ്യൂ കുറവുള്ള ടൈമിൽ കുഴപ്പമില്ല, നമുക്ക് നല്ല വ്യൂ ഉള്ളപ്പോൾ ഉണ്ടല്ലോ എൻ്റെ പോലും ഒരു രക്ഷയില്ല, തകർത്ത് വീഴുന്ന കണക്ക് നമ്മൾ ആ ഒരു ലൈവ് ഇടുന്ന മൈൻഡ് തന്നെ നമ്മളങ്ങ് ഇതായിപ്പോൾ. എന്തായാലും ഇനി നോക്കിയും കണ്ടുമൊക്കെ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ മോനെ. ചൊറിയാൻ വരുമ്പോൾ സൂക്ഷിച്ചോണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സിന് ഒരുപാട് പ്രയോജനകരമായ ഒരു അപ്ഡേഷൻ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ള യൂട്യൂബിൻ്റെ അപ്ഡേഷനെ കുറിച്ചുള്ള ഒരു വിവരം. പിന്നെ ഇന്നലെ ഞാൻ ലൈവിൽ കയറിയ ടൈമിൽ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് പുതിയ ചാനലാണ്, അവർ ലൈവൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ ചോദിച്ചായിരുന്നു, നമ്മുടെ വീഡിയോ തന്നെ നമ്മുടെ ഫോണിൽ കാണുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അവരുടെ മക്കളൊക്കെ അങ്ങനെ കാണാറുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു, നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മുടെ ID ഉള്ള ഫോണിൽ കൂടെ ഒരിക്കലും നമ്മൾ ഇടുന്ന അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഒരിക്കലും കാണാൻ പാടില്ല. അങ്ങനെ കണ്ട് നമ്മൾ വാച്ച് ഓവർ കയറ്റി കഴിഞ്ഞാൽ അതൊരു റീയൂസ്ഡ് പോലെയുള്ള ഒരു ഇതല്ലേ വരുന്നത്, അത് നമ്മുടെ ചാനലിനെ ബാധിക്കും. ഒരു കാരണവശാലും നമ്മുടെ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ID ഉള്ള, അതായത് നമ്മളെ യൂട്യൂബ് അക്കൗണ്ടിന് ID ഉള്ള ഫോണിൽ നിന്നോ നമ്മൾ ഒരിക്കലും നമ്മളെ വീഡിയോസോ ഷോർട്സോ നിങ്ങൾ കാണരുത്. മറ്റ് ഫോണുകളിൽ, അതായത് നിങ്ങളുടെ ID ഇല്ലാത്ത ഫോണിൽ നിന്ന് നിങ്ങൾക്ക് കാണുന്നതിൽ പ്രോബ്ലം ഇല്ല. അപ്പം ഇനി അങ്ങനെ ആരും അറിഞ്ഞിടാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഈ 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങൾക്ക് അത് പ്രയോജനകരമാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ ആരും ലൈക്ക് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി എല്ലാ മുത്തുമണികളും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ആ സബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ ഓളും കൂടെ കൊടുക്കുക കേട്ടോ. എന്നാലല്ലേ നമ്മുടെ വീഡിയോസും നമ്മുടെ ഷോർട്സൊക്കെ നിങ്ങളുടെ കയ്യിൽ എത്തുമ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ എത്തണമെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരണ്ടേ. അപ്പോൾ ആ ഓൾ ബട്ടൺ കൂടെ കൊടുത്തിട്ടാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഇത്രേ പറയുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. നാളെ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ ബൈ.